ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ള ടോപ്പിക് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ആണ്. ദാറ്റ് മീൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് പഠിച്ചു. വാട്ട് ആർ ദി ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ പ്രോസസ്സർ ആൻഡ് മൈക്രോ കൺട്രോളർ എന്നുള്ളത് നോക്കി. അതുപോലെ തന്നെ വാട്ട് ആർ ദി വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് ഹാസ് ടു ബി ചെക്ക്ഡ് ഔട്ട് ബിഫോർ യു ഗോ ഫോർ ദ സെലക്ഷൻ ഓഫ് എ മൈക്രോ കൺട്രോളർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കി. അതുപോലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൈക്രോ കൺട്രോളേഴ്സിന് റിലേറ്റ് ചെയ്ത് നോക്കി അല്ലേ. അപ്പോൾ ബിഫോർ ഗോയിങ് ഓൺ ടു ദ ഡീറ്റെയിൽസ് ഓഫ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് മൈക്രോ കൺട്രോളർ ദാറ്റ് ഇസ് 8051 നമുക്ക് ജനറലി പഠിക്കാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്, ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, നമുക്ക് അറിയാം 8051 എന്ന് പറയുന്ന സ്പെസിഫിക് മൈക്രോ കൺട്രോളറാണ് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത്. പക്ഷേ അതിന് തൊട്ട് മുന്നേ ഒരു കാര്യം കൂടി ബേസിക്കലി ജനറലി നമ്മൾ അറിഞ്ഞിരിക്കണം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, സോ ആക്ച്വലി യു ക്യാൻ ക്ലാസിഫൈ or categorize microcontrollers based on three factors. That is, first of all, based on the type of architecture used. Second one, based on the manufacturers or the service providers who actually designed this microcontrollers. And the third one is based on the instruction set used. ഓക്കെ, അങ്ങനെ മൂന്നായിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഏതാന്ന് പറഞ്ഞു, ബേസ്ഡ് ഓൺ ദ ആർക്കിടെക്ചർ യൂസ്ഡ്. സോ ബേസ്ഡ് ഓൺ ദ ആർക്കിടെക്ചർ യു ക്യാൻ ക്ലാസിഫൈ മൈക്രോ കൺട്രോളേഴ്സ് ഇൻ ടു ദാറ്റ് ഇസ് ഹാർവാർഡ് ആർക്കിടെക്ചർ ആൻഡ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, ഹാർവാർഡ് ആർക്കിടെക്ചർ ഉണ്ട്, വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ ഉണ്ട്. സോ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടൈപ്സ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്? ഹാർവാർഡ് ആർക്കിടെക്ചർ യൂസ് ചെയ്താണ് നിങ്ങൾ മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മെമ്മറി ഉണ്ടല്ലോ. ഓക്കെ, മെമ്മറി അലോക്കേഷൻ വിൽ ബി ഡിഫറെൻറ്റ് ഫോർ ബോത്ത് ഇൻസ്ട്രക്ഷൻസ് ആസ് വെൽ ആസ് ഡേറ്റ. ഓക്കെ, നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യണമെങ്കിൽ ഒരു മെമ്മറി സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും, ഡേറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ മറ്റൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും. ദാറ്റ് മീൻസ് എ സിംഗിൾ സ്റ്റോറേജ് ഏരിയ ഇസ് നോട്ട് യൂസ്ഡ് ഇൻ ഓർഡർ ടു സ്റ്റോർ ബോത്ത് ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് ഡേറ്റ. Okay, separate storage areas will be used in order to store instruction as well as data. Okay, അതുകൊണ്ട് തന്നെ ബസ്സസ് വഴിയാണല്ലോ ഇതിൻ്റെയൊക്കെ ട്രാൻസ്മിഷൻസ് നടത്തുന്നത്. ബസ്സസിൻ്റെ ആക്സസും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഏരിയ ആയാലും ഡേറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോറേജ് ഏരിയയിൽ ആയാലും അവരെ ആക്സസ് ചെയ്യാൻ, ഈ പറയുന്ന ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ്, ദാറ്റ് ഈസ് ഒരുപാട് റേഞ്ച് ഓഫ് ബസ്സസ്. ഓക്കെ, നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബസ്സസ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാം, അഡ്രസ് ഡേറ്റ കൺട്രോൾ ബസ്. പക്ഷേ ഒരു സിംഗിൾ കാറ്റഗറി ഓഫ് ദീസ് ബസ്സസ് അല്ല അവൈലബിൾ ആയിട്ടുണ്ടാവുക, വേറെയും ബസ്സസ് നമുക്ക് വേണ്ടി വരും. ഓക്കെ, in order to access those information which is present like instruction as well as data which is present in both storage area. ഓക്കെ, അപ്പോൾ രണ്ടിടത്ത് കിടക്കുവാണ്. അപ്പം ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഓഫ് ദ ഹാർവാർഡ് ആർക്കിടെക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻസ് ദിസ് കണ്ടന്റ് ദാറ്റ് ഈസ് ഇൻസ്ട്രക്ഷൻ ആസ് വെൽ ആസ് ഡേറ്റ സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റോറേജ് ഏരിയ. ഓക്കെ, വി ക്യാൻ ആക്സസ് ദീസ് ഇൻഫർമേഷൻ സൈമിൾട്ടേനിയസ്ലി. രണ്ടിടത്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെ ഒരേ സമയത്ത് വേണമെങ്കിൽ ഇൻസ്ട്രക്ഷനെയും ഡേറ്റയും ആക്സസ് ചെയ്യാം. രണ്ടിടത്ത് ഇരിക്കുകയാണ്. അപ്പം ഒരേ സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസ്ട്രക്ഷനെയും ഡേറ്റയും സൈമിൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് ഹാർവാർഡ് ആർക്കിടെക്ചർ. ഓക്കെ, സോ അതിൻ്റെ ഒരു ഫ്രെയിം വർക്ക്, ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. സോ അൺലൈക്ക് ദിസ് ഹാർവാർഡ് ആർക്കിടെക്ചർ, വോൺ ന്യൂമാൻ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിങ്ങനെ സെപ്പറേറ്റ് സ്റ്റോറേജ് ഏരിയ ഒന്നും ഉണ്ടാവില്ല. എ സിംഗിൾ സ്റ്റോറേജ് ഏരിയ വിൽ ബി യൂസ്ഡ് ഇൻ ഓർഡർ ടു സ്റ്റോർ ബോത്ത് ഇൻസ്ട്രക്ഷൻ പാർട്ട് ആസ് വെൽ ആസ് ഡേറ്റ പാർട്ട്. രണ്ടും നമ്മുടെ ഈ ഒരു മെമ്മറി ഏരിയയിൽ തന്നെയായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ദ ഓൺലി തിങ് ഇസ് ദാറ്റ് യു ഹാവ് ടു സ്പെസിഫൈ ഫ്രം വാട്ട് പെർട്ടിക്കുലർ ഏരിയ ടു വിച്ച് ഏരിയ ഓഫ് ദ മെമ്മറി യു ആർ ഗോയിങ് ടു സ്റ്റോർ ദ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ഇൻ വാട്ട് പെർട്ടിക്കുലർ ഏരിയ ഓഫ് ദ മെമ്മറി യു ആർ ഗോയിങ് ടു സ്റ്റോർ ദ ഡേറ്റ. അതായത് ഒരൊറ്റ മെമ്മറി സ്പേസിനകത്ത് എവിടെയൊക്കെ നിങ്ങൾ ഇൻസ്ട്രക്ഷൻ സ്റ്റോർ ചെയ്യുന്നു, എവിടെയൊക്കെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ അത്രയും കൂടുതൽ റേഞ്ച് ഓഫ് ബസ്സസ്, ദാറ്റ് ഈസ് ഒരുപാട് ബസ്സസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സിംഗിൾ മെമ്മറി സ്പേസിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷനും ഡേറ്റയും ഹാൻഡിൽ ചെയ്താൽ മതി. ഒറ്റ കാറ്റഗറി ഓഫ് ബസ്സസ് മതി. ഒറ്റ കാറ്റഗറി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സിംഗിൾ ഗ്രൂപ്പ് ഓഫ് ബസ്സസ് മതി. അഡ്രസ് ഡേറ്റ കൺട്രോൾ ബസ് ഒറ്റ കാറ്റഗറി മതി. അപ്പോൾ പിന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം, ഇവിടെ നമുക്കൊരു ഡ്രോബാക്ക് എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർവാർഡ് ആർക്കിടെക്ചറിലുള്ള അഡ്വാൻറ്റേജ് തന്നെ ഇവിടുത്തെ ഒരു ഡ്രോബാക്കായിട്ട് മാറുന്നത്. ഇവിടെ നമുക്ക് സൈമിൾട്ടേനിയസ് ആക്സസ് ഓഫ് ബോത്ത് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഡേറ്റ ഇസ് നോട്ട് പോസിബിൾ. കാരണം എന്താണ്, നമ്മുടെ ഒറ്റ സ്റ്റോറേജ് ഏരിയയ്ക്കകത്താണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ യു വിൽ ബി ഏബിൾ ടു ആക്സസ് ദ ഇൻസ്ട്രക്ഷൻ, അതർവൈസ് യു വിൽ ബി ഏബിൾ ടു ആക്സസ് ദ ഡേറ്റ ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ എ സിംഗിൾ സ്റ്റോറേജ് ഏരിയ. അല്ലാതെ രണ്ടും കൂടെ സൈമിൾട്ടേനിയസ്ലി ആക്സസ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതാണ് വോൺ ന്യൂമാൻ ആർക്കിടെക്ചർ. ഓക്കെ, സോ ഇത് നമ്മൾ നല്ല രീതിയിൽ പഠിച്ചു വെച്ചേക്കുക. സോ ദീസ് ആർ ദ ടു വേസ് ഇൻ വിച്ച് യു ക്യാൻ ക്ലാസിഫൈ microcontrollers based on the architecture used. That means if you are using Harvard architecture, then definitely
those design will be based on the concepts that we have discussed so far. അതായത് എന്താ രണ്ട് ഡിഫറെൻറ്റ് ഏരിയയിൽ ഇൻസ്ട്രക്ഷനും ഡേറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും അവരുടെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഇൻ ദ കേസ് ഓഫ് ഫോൺ ന്യൂമാൻ ആർക്കിടെക്ചർ നേരെ തിരിച്ചായിരിക്കും. ഒരു സിംഗിൾ സ്റ്റോറേജ് ഏരിയ ഉണ്ടാവും. ആ സിംഗിൾ സ്റ്റോറേജ് ഏരിയക്കകത്ത് തന്നെ ആയിരിക്കും വോട്ട് എവർ കണ്ടന്റ് യു വോണ്ട്, either it is instruction or otherwise data, അതിനകത്ത് തന്നെ ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. Okay, so the second phase classification is based on the service providers or the manufacturers who are the real designer of this മൈക്രോ കൺട്രോളർ. ഓക്കെ, ശരിക്കും ആരാണ് ഡിസൈൻ ചെയ്തത്, അല്ലെങ്കിൽ മാനുഫാക്ചറർ ആരാണ്, സർവീസ് പ്രൊവൈഡർ ആരാണ്, അതിനനുസരിച്ചിട്ട് വേണമെങ്കിലും നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ശരിക്കും ഒരുപാട് മാനുഫാക്ചറേഴ്സ് ഉണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു, അറൌണ്ട് 20 മാനുഫാക്ചറേഴ്സ് ആർ ആക്ച്വലി ദെയർ ഇൻ the world who are responsible for designing or manufacturing these microcontrollers. പക്ഷെ അതിൽ എന്താ വളരെ ഫ്യൂ മാത്രമേ നമ്മളിവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നുള്ളൂ. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ AVR, പിക്ക്, ഹിറ്റാച്ചി ആസ് വെൽ ആസ് മോട്ടോറോള. ഈ 5 പേരുടെ കാര്യം, 4 മാനുഫാക്ചറേഴ്സിൻ്റെ കാര്യം മാത്രമേ ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ളൂ. ഡോണ്ട് തിങ്ക് ദാറ്റ് ദീസ് 4 ആർ ദ only manufacturers who are responsible for designing microcontrollers. There are still many. Okay, അപ്പം നമുക്ക് എന്തായാലും 4 ടൈപ്സ് നോക്കാം. AVR മൈക്രോ കൺട്രോളേഴ്സ് ആക്ച്വലി ഈസ് ഡെവലപ്ഡ് ബൈ AML. AML എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡറാണ് AVR മൈക്രോ കൺട്രോളർ ഡിസൈൻ ചെയ്തത്. സോ ദ തിങ് ഇസ് ദാറ്റ് മറ്റ് അബ്രിവിയേഷൻ പോലെ ഇതിനകത്ത് നമുക്ക് ഫുൾ ഫോം പറയാനൊന്നുമില്ല. ദാറ്റ് മീൻസ് ഇപ്പം പിക്ക് മൈക്രോ കൺട്രോളർ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. പിക്കിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരിഫറൽ ഇൻ്റർഫേസ് കൺട്രോളർ എന്നാണ് പിക്കിനെ നമ്മൾ ഷോർട്ട് ഫോമിൽ വിളിക്കുന്നത്. അതുപോലെ AVRൻ്റെ ഫുൾ ഫോം പറയാൻ നമുക്കൊന്നുമില്ല. വാട്ട് സ്റ്റാൻഡ്സ് ഫോർ A, വാട്ട് സ്റ്റാൻഡ്സ് ഫോർ V, വാട്ട് സ്റ്റാൻഡ്സ് ഫോർ R എന്ന് പറയാൻ നമുക്കില്ല. AVR ജസ്റ്റ് ഇറ്റ് ഇസ് എൻ അക്രോണിം, അല്ലാതെ നമുക്കൊരു അബ്രിവിയേഷനായിട്ടൊന്നും പറയാനില്ല. AML എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പം സാധാരണ AVR ആർക്കിടെക്ചർ ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. AVR മൈക്രോ കൺട്രോളേഴ്സ് ബേസിക്കലി ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മൈക്രോ കൺട്രോളേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, AVR മൈക്രോ കൺട്രോളേഴ്സ് എന്ന് പറയുന്നത് AVR ഒരു സർവീസ് പ്രൊവൈഡറാണ്, ഒരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം ഏത് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും? ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റിസ്ക് ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെറ്റ് ആയിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. റിസ്ക് ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളത് നമ്മളിനി പഠിക്കും. പക്ഷെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കുക, ഹാർവാർഡ് ആർക്കിടെക്ചറും അതുപോലെ തന്നെ റിസ്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സ് അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിളും വെച്ചിട്ടായിരിക്കും AVR മാനുഫാക്ചറേഴ്സ് എന്ത് ചെയ്യുന്നത്? അവരുടെ മൈക്രോ കൺട്രോളേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ക്ലിയർ. നെക്സ്റ്റ് വൺ ഇസ് പിക്ക്. പിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലൈക്ക് AVR ഇറ്റ് ഈസ് ഹാവിങ് എ ഫുൾ ഫോം, ദറ്റ് ഈസ് പെരിഫറൽ ഇൻ്റർഫേസ് കൺട്രോളർ. ഓക്കെ, ഇവരും ഹാർവാർഡ് ആർക്കിടെക്ചറിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മൈക്രോ കൺട്രോളേഴ്സിനെ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ C പ്രോഗ്രാമിങ്ങിനെ പോലെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് സിമിലറായിട്ട് വരുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്തിട്ടാണ് പിക്ക് മൈക്രോ കൺട്രോളേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പിക്ക് എന്ന് പറയുന്നത് ഒരു മാനുഫാക്ചറർ അല്ലെങ്കിൽ ഒരു സർവീസ് പ്രൊവൈഡറാണ്. അവരുടെ മൈക്രോ കൺട്രോളേഴ്സിൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് C പോലുള്ള ലാംഗ്വേജസ്, C പോലുള്ള സിമ്പിൾ ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ അതുമായിട്ട് സിമിലറായിട്ട് വരുന്ന ലാംഗ്വേജസ് വെച്ചിട്ടായിരിക്കും ഇവരെ പ്രോഗ്രാം ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഹിറ്റാച്ചി. മൂന്നാമത്തെ ഒരു ഫേമസ് മാനുഫാക്ചറർ എന്ന് പറയുന്നത് ഹിറ്റാച്ചിയാണ്. ഹിറ്റാച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ മൈക്രോ കൺട്രോളേഴ്സ് which belongs to its 8 family of microcontrollers. Hitachi microcontrollers എല്ലാം its 8 family of microcontrollersൽ വരുന്ന മൈക്രോ കൺട്രോളേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒരുപാട് ഫാമിലി ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ഇതിനകത്ത് വരുന്നുണ്ട്. 8 ബിറ്റ് മൈക്രോ കൺട്രോളർ, 16 ബിറ്റ്, 32 ബിറ്റ് മൈക്രോ കൺട്രോളേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ റെനേസ ടെക്നോളജി. റെനേസ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ് ശരിക്കും ഹിറ്റാച്ചി H8 ഫാമിലി ഓഫ് മൈക്രോ കൺട്രോളേഴ്സിനെ ശരിക്കും പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, അപ്പം അതാണ് നമുക്ക് ഹിറ്റാച്ചിയെ പറ്റി പറയാനുള്ളത്. ഹിറ്റാച്ചി എന്ന് പറയുന്ന സർവീസ് പ്രൊവൈഡർ ആക്ച്വലി H8 ഫാമിലി ഓഫ് മൈക്രോ കൺട്രോളേഴ്സ് ആണ് ഡിസൈൻ ചെയ്യുന്നത്. 8 16 32 ബിറ്റ് മൈക്രോ കൺട്രോളേഴ്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്. ഹിറ്റാച്ചി എന്ന് പറയുന്ന ബ്രാൻഡ് തന്നെ റെനേസ ടെക്നോളജീസ് ആണ് പ്രപ്പോസ് ചെയ്തത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇത്രയേ ഉള്ളൂ. അടുത്ത നമുക്കറിയാനുള്ളത് മോട്ടോറോള എന്ന് പറയുന്ന അടുത്ത മാനുഫാക്ചറാണ്. മോട്ടോറോള മൈക്രോ കൺട്രോളേഴ്സ് ഹൈലി ഇൻ്റഗ്രേറ്റഡ് സെമി കണ്ടക്ടർ
മൈക്രോ കൺട്രോളേഴ്സാണ്, ഹൈലി ഇൻ്റഗ്രേറ്റഡ് മൈക്രോ കൺട്രോളേഴ്സാണ്. വളരെ വലിയ ആപ്ലിക്കേഷൻസിന് വേണ്ടിയും ഹൈ പർപ്പസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയും ഹൈ പെർഫോമൻസ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയും ഡിസൈൻ ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സാണ് ശരിക്കും മോട്ടോറോള എന്ന് പറയുന്ന കമ്പനി ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, ഹൈലി ഇൻ്റഗ്രേറ്റഡ്, ഹൈ പെർഫോമൻസ് മാത്രമല്ല വളരെ വലിയ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷന് വേണ്ടി ഡിസൈൻ ചെയ്യുന്ന മൈക്രോ കൺട്രോളേഴ്സ് ആയിരിക്കും ഇവർ പൊതുവേ ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ വലിയ ആപ്ലിക്കേഷനും വളരെ വലിയ പെർഫോമൻസ് രീതിയിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഡിസൈൻ ചെയ്യുന്ന മൈക്രോ കൺട്രോളർ ആയതുകൊണ്ട് തന്നെ വളരെ വലിയ ടെക്നോളജീസ് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. സിം എന്ന് കഴിഞ്ഞാൽ സിസ്റ്റം ഇൻ്റഗ്രേഷൻ മോഡ്യൂൾ, അതുപോലെ തന്നെ TPU, ടൈം പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ടെക്നോളജി ഇതിനകത്തുണ്ട്. അതുപോലെ ക്യൂഡ് സീരിയൽ മോഡ്യൂൾ, QSM, ക്യൂഡ് സീരിയൽ മോഡ്യൂൾ, ഇതൊക്കെ ഈ ജസ്റ്റ് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് എല്ലാം ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മോട്ടോറോള. ബിക്കോസ് വളരെ വലിയ ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, പല മൈക്രോ കൺട്രോളേഴ്സും ഡിസൈൻ ചെയ്യുക. അതായത് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള മൈക്രോ കൺട്രോളേഴ്സ് അല്ല മോട്ടോറോള സാധാരണ മാനുഫാക്ചർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ടെക്നോളജീസ് ഉള്ളത് കൊണ്ട് തന്നെ വളരെ വലിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജീസ് ഇതിനകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അതിൽ കുറച്ച് ടെക്നോളജീസാണ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ദ തേർഡ് വേ ഇൻ വിച്ച് യു ക്യാൻ കാറ്റഗറൈസ് ദിസ് മൈക്രോ കൺട്രോളേഴ്സ് ഇസ് ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് യൂസ്ഡ്. Based on the instructions set used, you can classify microcontrollers into two, RISC as well as CISC. അപ്പോൾ റിസ്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റിസ്ക് എന്താണ്, റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടറാണ്. സിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, റിസ്ക് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഒരു ഡിവൈസിനെ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നെങ്കിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. ഇൻസ്ട്രക്ഷൻ സെറ്റ് റെഡ്യൂസ്ഡ് ആകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ വിൽ ബി മിനിമൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ സെറ്റ്. ഒരുപാട് ക്വാണ്ടിറ്റി ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവില്ല, ഒരുപാട് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസോ ഒരുപാട് വൈഡ് റേഞ്ച് ഓഫ് ഇൻസ്ട്രക്ഷൻസോ ഉണ്ടാവില്ല, കുറച്ച് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസേ ആ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഉണ്ടാവുള്ളൂ. അതേസമയം സിസ്ക് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഇഫ് എ ഡിവൈസ് മെയിൻലി യൂട്ടിലൈസസ് ദ കൺസെപ്റ്റ് ഓഫ് സിസ്ക് ഫോർ ഇറ്റ്സ് ഇംപ്ലിമെൻറ്റേഷൻ, കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് ആണ്. ദാറ്റ് മീൻസ് ദ ഇൻസ്ട്രക്ഷൻ സെറ്റ് വിച്ച് ഇസ് ദെയർ ഇൻ ദാറ്റ് വിൽ ബി ഹാവിങ് എ ലാർജ് റേഞ്ച് ഓഫ് വൈഡ് വെറൈറ്റി ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് വേരിയസ് നമ്പേഴ്സ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദാറ്റ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പം അതാണ് ബേസിക് കൺസെപ്റ്റ്. അപ്പം വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, റിസ്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടിംഗ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്, ആ പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നത്, ആ കൺസെപ്റ്റാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഈ റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടേഴ്സിലെ ആ ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയുണ്ടോ അതെല്ലാം 1-2 സൈക്കിൾസിൽ തീർക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷനാണ്. അത്രയും കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ഒന്നുമല്ല. നമുക്കറിയാം സൈക്കിൾസ് എന്താണെന്നുള്ളത്, ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം പീരീഡ് എടുക്കുന്നു അതാണ് നമ്മൾ സൈക്കിൾസ് വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, ടൈം സൈക്കിൾ, ടൈം പീരീഡ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം വാട്ട് ഓൾ ഇൻസ്ട്രക്ഷൻസ് ആർ സ്പെസിഫൈഡ് ഇൻ സച്ച് എൻ ഇൻസ്ട്രക്ഷൻ സെറ്റ്, ദോസ് ഇൻസ്ട്രക്ഷൻസ് വിൽ ബി ലെസ് കോംപ്ലിക്കേറ്റഡ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതാണ് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ്. അപ്പം ഇറ്റ് വിൽ ബി ടേക്കിംഗ് ഓൺലി വെരി ഫ്യൂ സൈക്കിൾസ്, മെയിൻലി 1 or 2 ക്ലോക്ക് സൈക്കിൾസ്. അതേസമയം സിസ്കിൽ അങ്ങനെയല്ല, 2 ക്ലോക്ക് സൈക്കിൾ കൂടുതൽ എന്തായിരിക്കും ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. 2 ക്ലോക്ക് സൈക്കിൾ കൂടുതൽ ടൈം പീരീഡ് ഈ ഓരോ ഇൻസ്ട്രക്ഷനും ഇതിനകത്തുള്ള ഓരോ ഇൻസ്ട്രക്ഷനും എക്സിക്യൂട്ട് ചെയ്യാൻ സമയം എടുക്കുന്നുണ്ടാവും. ദാറ്റ് മീൻസ് സിസ്ക് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത്, സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ് അല്ല ശരിക്കും, സിസ്ക് എന്ന് പറയുന്ന കമ്പ്യൂട്ടേഴ്സ് ഫോക്കസ് ചെയ്യുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് അവരുടെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഓരോ ഇൻസ്ട്രക്ഷനും കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്, 2 ക്ലോക്ക് സൈക്കിളിലൊന്നും അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇനി അടുത്ത വരുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ റിസ്കിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് സാധാരണഗതിയിലുള്ള ലോഡും സ്റ്റോർ ഇൻസ്ട്രക്ഷൻസും മാത്രമായിരിക്കും ഇതിനകത്ത് വരുന്നത്. സാധാരണ രീതിയിലുള്ള ലോഡ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും. ലോഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ആർ ടേക്കിംഗ് സംതിങ്, യു ആർ ഇൻപുട്ടിങ് സംതിങ്, നിങ്ങൾ എന്തെങ്കിലും ഇൻടേക്ക് ചെയ്യുവാണ്, അതിനാണ് ലോഡ് എന്ന് പറയുന്നത്. സ്റ്റോർ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇസ് പ്രസൻറ്റ് വിത്ത് യു, യു ആർ സ്റ്റോറിങ് ഇറ്റ് സംവെയർ. നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ഡേറ്റകൾ എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നതാണ് സ്റ്റോറിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെളിയിലിരിക്കുന്ന സാധനം നിങ്ങളിലോട്ട് ഇൻടേക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് റിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം വളരെ സിംപിളറാണ്, 1-2 ക്ലോക്ക് സൈക്കിൾ അവസാനിപ്പിക്കാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അത് ഏതൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും പൊതുവേ വരുന്നത്, ലോഡും സ്റ്റോർ ഇൻസ്ട്രക്ഷൻസും ആയിരിക്കും വരുന്നത്. അതേസമയം സിസ്ക് അങ്ങനെയല്ല, സിമ്പിൾ ലോഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് മാത്രമല്ല വരുന്നത്, അതിനും പുറമേ ഉള്ള കുറേ കൂടെ ഹൈ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന അല്ലെങ്കിൽ കുറേ കൂടെ ഫങ്ഷണാലിറ്റീസ് ഉള്ള ഇൻസ്ട്രക്ഷൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ റിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റ്.
അല്ലേ? അതിനകത്ത് ലോഡ് ആൻഡ് സ്റ്റോർ ഇൻസ്ട്രക്ഷൻസും ഉണ്ട്, അതിന് പുറമേ ഉള്ള ഇൻസ്ട്രക്ഷൻസും ഉണ്ട്. മനസ്സിലായോ? 2-3 ക്ലോക്ക് സൈക്കിൾ അവസാനിപ്പിക്കാൻ പറ്റാത്ത കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ടാസ്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസും സിസ്കിനകത്തുണ്ട്. ഓക്കെ, ഇനി those instructions which are present in RISC are actually executed by hardware means ആയിരിക്കും നമ്മുടെ റിസ്കിലെ ഇൻസ്ട്രക്ഷൻ സെറ്റിൽ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേസമയം ഇൻ ദ കേസ് ഓഫ് സിസ്ക് മൈക്രോ പ്രോഗ്രാംസ് തന്നെ വേണ്ടി വരും. അതായത് സിമ്പിൾ പ്രോഗ്രാംസ് തന്നെ നമുക്ക് വേണം സിസ്കിലെ ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ. മനസ്സിലായോ? സിസ്കിലെ ഇൻസ്ട്രക്ഷൻ സെറ്റിലെ ഓരോ ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ പ്രോഗ്രാം തന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും. അത്രയും കോംപ്ലിക്കേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് ആയിരിക്കും നമ്മൾ ശരിക്കും ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, പിന്നെ പറയാനുള്ളത് ഈ ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഫിക്സഡ് ഫോർമാറ്റ് ഉണ്ടാകും. റിസ്കിൻ്റെ കേസിൽ വാട്ട് എവർ ഇൻസ്ട്രക്ഷൻസ് ആർ സ്പെസിഫൈഡ്, സിംപ്ലർ ഇൻസ്ട്രക്ഷൻസ് ആണ്. ആ ഏതൊക്കെ സിംപ്ലർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടോ, വളരെ കുറച്ച് നമ്പർ ഓഫ് സിംപ്ലർ ഇൻസ്ട്രക്ഷൻസ് ആണുള്ളതെങ്കിൽ പോലും ആ ഇൻസ്ട്രക്ഷൻസിനെല്ലാം ഫിക്സഡ് ഫോർമാറ്റ് ആണ്. പക്ഷേ അതേസമയം സിസ്കിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന സിസ്ക് ഇൻസ്ട്രക്ഷൻ സെറ്റിനകത്ത് വേരിയബിൾ ഫോർമാറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അതായത് ഫോർമാറ്റ് നമുക്ക് ഫിക്സഡ് എന്ന് പറയാൻ പറ്റില്ല, വളരെ വേരിയിങ് ആയിട്ടുള്ള ഫോർമാറ്റുള്ള സിൻടാക്സ് ഉള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്ക് സിസ്കിനകത്ത് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇൻസ്ട്രക്ഷൻസ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും അഡ്രസ്സിംഗ് മോഡ്സ് കുറവായിരിക്കും. അപ്പം റിസ്കിൻ്റെ കേസിൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് കുറവാണ്, ഇൻസ്ട്രക്ഷൻ സെറ്റിൻ്റെ കണ്ടൻറ്റ് കുറവാണ്, ഇൻസ്ട്രക്ഷൻസ് കുറവാണ്, അപ്പോൾ അഡ്രസ്സിംഗ് മോഡ്സും കുറവാണ്. അതേസമയം സിസ്കിൽ അങ്ങനെയല്ല, ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് അടങ്ങുന്ന ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആപ്ലിക്കേഷൻസും ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രക്ഷൻസ് കുറച്ച് കൂടുതൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് സിസ്കിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്യൂ അഡ്രസ്സിംഗ് മോഡ്സ് അല്ല, വളരെ വലിയ അഡ്രസ്സിംഗ് മോഡ്സാണ് നമുക്ക് സിസ്കിനകത്ത് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താ, നമുക്ക് മോസ്റ്റ് ഓഫ് ദം ഹാവ് മൾട്ടിപ്പിൾ രജിസ്റ്റർ ബാങ്ക്സ്. അതായത് റിസ്കിനകത്ത് മൾട്ടിപ്പിൾ രജിസ്റ്റർ ബാങ്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്റ്റോറേജും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ റിസ്കിനകത്തുള്ള റിസ്ക് കമ്പ്യൂട്ടിംഗ് കൺസെപ്റ്റ് ഉള്ളവർക്കെല്ലാം എന്തായിരിക്കും, മൾട്ടിപ്പിൾ രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ടാകും. അതേസമയം സിസ്ക് കൺസെപ്റ്റ് ഉള്ളവർക്കെല്ലാം സിംഗിൾ രജിസ്റ്റർ ബാങ്ക് ആയിരിക്കും. ശ്രദ്ധിക്കുക, തിരിഞ്ഞു പോകരുത്. റിസ്ക് റെഡ്യൂസ്ഡ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്ന ഡിവൈസസിനെല്ലാം മൾട്ടിപ്പിൾ രജിസ്റ്റർ ബാങ്ക്സ് ഉണ്ടാവും ഫോർ സ്റ്റോറേജ് പർപ്പസ് ആൻഡ് ഓൾ. ബട്ട് ഇൻ ദ കേസ് ഓഫ് സിസ്ക്, ദാറ്റ് ഈസ് കോംപ്ലക്സ് ഇൻസ്ട്രക്ഷൻ സെറ്റ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസിനെല്ലാം സിംഗിൾ രജിസ്റ്റർ ബാങ്ക്സ് മതിയാവും. ഓക്കെ, ഇനി ഹൈലി പൈപ്പ് ലൈൻഡ് ആണ്. റിസ്ക് എല്ലാം ഹൈലി പൈപ്പ് ലൈൻഡ് ആണ്. പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ അറിയാമല്ലോ. തീർച്ചയായിട്ടും 8086 എന്ന് പറയുന്ന മൈക്രോ പ്രോസസ്സർ ഒരു പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ ഫോളോ ചെയ്യുന്ന ഒരു ഡിവൈസാണ്. അതായത് അറ്റ് ദ സെയിം ടൈം പല ഓപ്പറേഷൻസും നമുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് വളരെ ചുരുങ്ങിയ സമയത്ത് പെട്ടെന്ന് ജോലി തീർക്കാൻ വേണ്ടിയുള്ള ആർക്കിടെക്ചറാണ് പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ. സീക്വൻഷ്യൽ ആർക്കിടെക്ചർ അല്ല. സീക്വൻഷ്യൽ ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്ത് തീർന്നതിന് ശേഷം മാത്രമേ അടുത്ത ജോലി ചെയ്ത് തുടങ്ങത്തുപോലും ഉള്ളൂ. അങ്ങനെയല്ലായിരുന്നു പൈപ്പ് ലൈനിങ്ങിൻ്റെ കാര്യം. സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ ഒന്നിൽ കൂടുതൽ ജോലികൾ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പല ജോലികളും ചെയ്ത് തീർക്കാൻ വേണ്ടിയുള്ള അറ്റംപ്റ്റാണ് പൈപ്പ് ലൈനിങ് ആർക്കിടെക്ചർ ചെയ്തത്. അപ്പോൾ റിസ്കിൽ ഹൈലി പൈപ്പ് ലൈൻഡ് ആണ്. ഓക്കെ, അതേസമയം ലെസ് പൈപ്പ് ലൈൻഡ് ആണ് ഇൻ ദ കേസ് ഓഫ് സിസ്ക്. അടുത്ത കോംപ്ലക്സിറ്റി ഇസ് ഇൻ ദ കമ്പൈലേഴ്സ്. ദാറ്റ് മീൻസ് റിസ്ക് കമ്പ്യൂട്ടിംഗ് സിസ്റ്റംസിൽ കോംപ്ലക്സിറ്റി ആരെ ഡിപ്പെൻഡ് ചെയ്യും? ബേസ്ഡ് ഓൺ ദ കമ്പൈലേഴ്സ് വാട്ട് എവർ ഇസ് യൂസ് ചെയ്യണം ടു കമ്പൈൽ ദ പ്രോഗ്രാംസ്. ഓക്കെ, ഓൺ ദ അതർ ഹാൻഡ് സിസ്കിൽ അങ്ങനെയല്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിസ്കിനകത്ത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂഷൻ ചെയ്യുന്നത് മൈക്രോ പ്രോഗ്രാംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ കോംപ്ലക്സിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദോസ് മൈക്രോ പ്രോഗ്രാംസ് ദാറ്റ് ഇസ് യൂസ് ഇൻ ഓർഡർ ടു എക്സിക്യൂട്ട് ദോസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ സിസ്ക് സിസ്റ്റംസ്. മൈക്രോ പ്രോഗ്രാംസിൻ്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സിസ്ക് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൻ്റെ കോംപ്ലക്സിറ്റി ഡിസൈഡ് ചെയ്യുന്നത്. അതേസമയം റിസ്കിൽ അങ്ങനെ അല്ലായിരുന്നു. ഇറ്റ് ഈസ് സിംപ്ലി സിൻസ് ഇറ്റ് ഈസ് എക്സിക്യൂട്ടഡ് ദോസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ ദ റിസ്ക് സിസ്റ്റം ഇസ് എക്സിക്യൂട്ടഡ് ബൈ ഹാർഡ്വെയർ, ദർ കോംപ്ലക്സിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കമ്പൈലേഴ്സ് വിച്ച് ഇസ് യൂസ്ഡ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് വേരിയസ് ടൈപ്സ് ഇൻ വിച്ച് അല്ലെങ്കിൽ വേരിയസ് വേയ്സ് ഇൻ വിച്ച് യു ക്യാൻ ക്ലാസിഫൈ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, സോ മനസ്സിലാക്കാം 3 വേയ്സ് ആണ്. ആ 3 വേയ്സും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. സോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വി ക്യാൻ സ്റ്റഡി എ സ്പെസിഫിക് type of microcontroller which is 8051. So what is 8051? Okay, 8051 ആർക്കിടെക്ചർ പഠിക്കണം, മെമ്മറി ഓർഗനൈസേഷൻ പഠിക്കണം, അതുപോലെ തന്നെ IO പോർട്ട് കോൺഫിഗറേഷൻ പഠിക്കണം, ഇൻട്രപ്റ്റ്സ് പഠിക്കണം. ഓക്കെ, സോ ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ 8051 microcontroller is defined, its architecture and all, everything we can study from the next class onwards. Okay.